ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് തിരക്കെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വാവൂസ് സ്കൂളിലേക്കെല്ലാം പോയി രാവിലെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഉച്ചക്കലത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കണം. അമ്മ വയ്യാന്ന് വെച്ചാൽ കിടക്കുക കേട്ടോ. രാവിലെ ഗോതമ്പ് ദോശയെല്ലാം കഴിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്ക് കഴിഞ്ഞു. ഒത്തിരി ജോലിയുണ്ട് കേട്ടോ. എന്നാലും എത്ര തിരക്കാണെങ്കിലും രാവിലെ ഫുഡെല്ലാം കഴിച്ച് ഇന്നും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. 100 വട്ടം ജോലി കിടപ്പുണ്ടാവും, എന്നാലും ഈ പരിപാടി എന്നും ചെയ്യാണ് കേട്ടോ ഞാൻ. അപ്പം എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു, ചേച്ചി ഹെയറിൽ എന്താ തേക്കുന്നതെന്ന്. ഒന്നും തേക്കുന്നില്ല കേട്ടോ. വേറെ ഓയിലോ വേറെ ഒന്നും തേക്കുന്നില്ല. സാധാരണ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന എണ്ണയാണ് ഞാൻ തേക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റെല്ലാം പേരച്ചിട്ട് വെളിച്ചെണ്ണ തേക്കുന്നത്. ഇപ്പം അതൊന്നും തേക്കുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ കറി ഉണ്ടാക്കുന്ന എണ്ണയാണ് തേക്കുന്നത്. അപ്പം കറിക്ക് മേടിച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ മേടിച്ചിട്ട് എണ്ണ കുറച്ച് വേറെ ബോട്ടിൽ കുറച്ച് മാറ്റി വെക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഹെയറൊക്കെ അതിലായാലും സാരിയില്ല, നമുക്ക് മുടിക്ക് മാത്രം തേക്കാനായിട്ട് വേറെ അതിൽ മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ നല്ലോണം അങ്ങ് തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം നല്ലോണം ഇങ്ങ് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതാണ് നമ്മുടെ മുടിക്ക്. അതുപോലെ തന്നെ നമ്മുടെ നല്ല ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ എന്നും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അമ്മയ്ക്കാണ് ഒത്തിരി എണ്ണയൊന്നും തേക്കത്തില്ല, അമ്മയ്ക്ക് ഇച്ചിരി എണ്ണയെ തേക്കത്തുള്ളൂ. അമ്മയ്ക്ക് എന്നെക്കാളും മുടിയുണ്ട്, പക്ഷെ അമ്മയ്ക്ക് ഈ തലവേദന പ്രശ്നമായതുകൊണ്ട് ഞാൻ ഇച്ചിരി തേച്ച് കൊടുക്കത്തുള്ളൂ. അപ്പോൾ നല്ലോണം എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നല്ല രസം കിട്ടും ഇങ്ങനെ ചെയ്യാൻ. അല്ലെങ്കിൽ വാവൂസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്ത് തരാറുണ്ട് കേട്ടോ. ഞാൻ എണ്ണയൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്, എന്നിട്ട് അവൾ ഇങ്ങനെ ചെയ്ത് തരാറുണ്ട്. ഇപ്പോൾ വാവൂസ് സ്കൂളിലെല്ലാം പോയില്ലേ, അപ്പം നല്ലോണം ഇങ്ങനെ ചെയ്യും. ഒത്തിരി ജോലിയുണ്ട്, എന്നാലും ഞാൻ ഇങ്ങനെ എണ്ണയെല്ലാം തേച്ചിട്ട് ഇങ്ങനെ കെട്ടി വെക്കും, മുകളിലൊക്കെ കെട്ടി വെക്കാറുണ്ട്. അതെന്നും ചെയ്യുന്ന സ്ഥിരം പണിയാണ് കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ നിന്നുള്ള വേറെ കെമിക്കൽസ് ഉള്ള ഓരോരോ ഓയിലും ഓരോ ഹെയർ ഓയിലെല്ലാം തേച്ച് സെറ്റാവത്തില്ല കേട്ടോ. ഞാൻ ഇന്ന് വരെ അങ്ങനെയൊന്നും തേച്ചതില്ല. നമ്മുടെ കറിക്ക് വെക്കുന്ന വെളിച്ചെണ്ണ മാത്രമേ തേച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ മുടിയൊക്കെ ഒരു വർഷത്തിന് മുന്നേയൊക്കെ മുടിയൊക്കെ കട്ട് ചെയ്തായിരുന്നു. ഇതിനേക്കാൾ നീളം ഉണ്ടായിരുന്നു. കട്ട് ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്താണ് കേട്ടോ. അതിന് പിന്നെയാണ് ഇത്രയും വളർന്നത്. പിന്നെ അത് ഇത്രയും നല്ലോണം വളർന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഈ എണ്ണ തേച്ചപ്പോൾ എനിക്ക് അത്ര കുഴപ്പമില്ല എന്ന് തോന്നിയായിരുന്നു കേട്ടോ. ഒത്തിരി കെമിക്കൽസുള്ള ഓയിലിനേക്കാളും എനിക്ക് എത്രയോ ഇത് ബെറ്ററായി ഈ വെളിച്ചെണ്ണ കറിക്ക് മേടിക്കുന്ന വെളിച്ചെണ്ണ എനിക്ക് ബെറ്ററായി തോന്നിയിരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ തേച്ച് നല്ലോണം മസാജെല്ലാം ചെയ്ത് കൊടുത്ത് ഞാൻ മുടി മേളിലാക്കി ഇങ്ങനെ കെട്ടി വെച്ചു കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഹെയറെല്ലാം അമ്മയുടെ സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാനൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് കെട്ടി വെച്ചിട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പരിപാടി ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേസിലാണ് കേട്ടോ. ഇന്നലെ തന്നെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളത്തിലാണ് ഞാനൊരു സംഭവം ചെയ്യാൻ പോകുന്നത്, കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ കുളിച്ച കഞ്ഞിൻ്റെ വെള്ളം വേണ്ട, അപ്പോൾ അതുകൊണ്ട് നൈറ്റ് തന്നെ ഫുഡെല്ലാം ആയി പിന്നെ കഞ്ഞിവെള്ളം കുറച്ച് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ, കുറച്ച് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ച സമയത്ത് ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലോണം പുളിപ്പൊക്കെ ഏകദേശം ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി പിന്നെ എല്ലാവരുടെ വീട്ടിലുള്ളതാണല്ലോ. ഞാൻ മറ്റു ഫേസ് പാക്കൊന്നും പുറത്തൊന്നും പോയിട്ടൊന്നും പാർലറിലൊന്നും പോയി ചെയ്യത്തില്ല കേട്ടോ. വീട്ടിൽ തന്നെ എന്നാച്ചും ചെയ്യുകയാണെങ്കിൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അരിപ്പൊടിയിൽ കഞ്ഞിവെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടാണ് ഞാൻ ആ സംഭവം ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു കുഞ്ഞ് ഫേസ് പാക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അരിപ്പൊടി എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. ഞാൻ എന്നും ചെയ്യുന്ന പാക്കാണ് കേട്ടോ. വീക്ക്ലി 2 ട്രിപ്പ് അതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലൊക്കെ ഇങ്ങനെ തേക്കാറുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് തേച്ചപ്പോൾ നല്ല മാറ്റമൊക്കെ തോന്നിയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇത് കയ്യിലായിരുന്നു തേച്ച് നോക്കിയിട്ട്. എൻ്റെ കയ്യിൽ ഈ കാറ്റ് സമയത്തൊക്കെ നമുക്ക് നല്ലോണം ഈ കയ്യിലൊക്കെ ഇരുണ്ട നിറം പോലെയൊക്കെ ആയിക്കണം, നല്ല ടാനൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയതുണ്ട്. ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നി. ഞാൻ ഫസ്റ്റ് കയ്യിലായിരുന്നു ചെയ്തിട്ടോ, പക്ഷെ എനിക്ക് ഒറ്റ ദിവസം തന്നെ നല്ല മാറ്റം കിട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് എന്തായെന്ന് തോന്നി. അപ്പോൾ നമ്മൾ പുറത്തെല്ലാം പോയിട്ട് ഫേസ് ആകെ ടാനൊക്കെ അടിച്ച് ഇങ്ങനെ കരുവളിപ്പൊക്കെ ആയി കിടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഒന്നുമില്ല, കഞ്ഞിവെള്ളത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക. അത് പുളിച്ച വെള്ളം വേണ്ട കേട്ടോ. ഒരു ദിവസം മുന്നേ തന്നെ എടുത്ത് വെച്ചാൽ മതി ഇച്ചിരി. അപ്പോൾ അത് നല്ല പുളിച്ച വെള്ളമായിരിക്കും. എന്നിട്ട് അതിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തിക്കായി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. നൈറ്റ് തന്നെ എടുത്ത് വെച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഐസ് ക്യൂബ് വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല ഫേസിൽ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ജോലിയൊക്കെ ചെയ്യാറ് കേട്ടോ. ഇങ്ങനെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എന്നാച്ചും ഡ്രസ്സ് അലകാനോ പാത്രം കഴുകാനോ എന്നാച്ചൊക്കെ ജോലി ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും അതൊക്കെ ഫേസിലങ്ങ് സെറ്റാവും കേട്ടോ. മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടേ ചെയ്യത്തുള്ളൂ. ഒരു 2 മിനിറ്റ് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വേറെ ജോലിയൊക്കെ ചെയ്യും. എന്നിട്ടാണ് ഞാൻ എന്നും കഴുകിക്കളയാറ്. ഇത് എന്നും ചെയ്യുന്ന പണിയാണ് കേട്ടോ. ഈ ഫേസിൽ ഈ
അരിപ്പൊടി തേക്കുന്നത് വീക്കിലി 2 ട്രിപ്പൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളോടൊപ്പം കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടോ. ഞാൻ വേറെ ഒന്നും തേക്കത്തില്ല കേട്ടോ. ഇത് മാത്രമേ തേക്കത്തുള്ളൂ. പിന്നെ വീട്ടിൽ തന്നെ അച്ഛനൊക്കെ ഫേസ് പാക്ക് ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ളതൊക്കെ ചെയ്യാറുണ്ട്. ഇല്ലാതെ ഞാൻ പുറത്ത് പോയിട്ടൊന്നും ചെയ്യത്തില്ല. കെമിക്കൽസ് ഉള്ളതൊന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഫേസ് ആകെ എല്ലാം കഴുകി സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, തുടച്ചതൊന്നും ഇല്ല കേട്ടോ. ഫേസ് അങ്ങനെ വെള്ളം കൊണ്ട് കഴുകിയതാണ്. എനിക്ക് ഫേസ് പാക്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നല്ല മാറ്റം തന്ന നല്ല ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ ഹെയറിനും എൻ്റെ ഫേസിനും ഞാൻ ഇതാണ് എന്നും ചെയ്യാറ്. അപ്പോൾ നമ്മളിതൊരു കൊച്ചു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു.